ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി കുമ്പളങ്ങ മോര് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മോര് കറിയൊക്കെ പല രൂപത്തിൽ പലരും ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതെൻ്റെ അമ്മയും എൻ്റെ വല്യമ്മയൊക്കെ പഴയ കാലത്തെ നാടൻ രീതിയിലുള്ളൊരു മോര് കറിയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള മോര് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിന് ഞാൻ കുമ്പളങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ മുഴുവനൊന്നും എടുക്കണില്ല. ഞാൻ ചെറിയൊരു കുമ്പളങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, അത് മൂക്കാത്തത്. അപ്പോൾ അതും ഇതൊന്ന് ചെറിയൊരു കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിലാണ് മാറ്റി വെച്ചിരുന്നത്. ഇനി നമ്മൾ വൃത്തിയാക്കി കുമ്പളങ്ങനെ ഞാൻ കുക്കറിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസുള്ള ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയം സൈസുള്ള ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ ഉള്ളിക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി എന്തായാലും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ട് ഇളക്കുക, മിക്സാക്കി എടുക്കുക. ഇനി ഇത് കുക്കർ അടച്ച് വെച്ചതിന് ശേഷം ഞാനിത് 2 വിസിൽ അടിക്കാൻ വരെ അടുപ്പിക്കുന്നുണ്ട്. 2 വിസിൽ അടിച്ചതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓഫാക്കി വെക്കും. എന്നിട്ട് ഇതിൻ്റെ പ്രഷർ മുഴുവനെ പോയതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പം ഞാൻ 2 വിസിൽ വന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാം. എനിക്ക് ഞാൻ ചെറിയൊരു മുറി തേങ്ങ എടുത്തിരിക്കുന്നത്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം പാടെ നമ്മൾ ഈ കുറച്ച് തൈര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തൈര് നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. നമ്മൾ അരച്ചെടുക്കുന്നത് വെള്ളം കൊണ്ടല്ല, തൈരും കൊണ്ടാണ് അരച്ചെടുക്കുന്നത്. തേങ്ങയൊക്കെ ഞാൻ മിക്സിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള തൈര് മാത്രം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഫൈൻ പേസ്റ്റാക്കിയിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അതൊക്കെ അരച്ചതിന് ശേഷം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ പ്രഷർ മുഴുവനെ പോയിട്ടുണ്ട്. അതിന് ശേഷം തുറന്നിട്ടുണ്ട് ഞാൻ. ഇനി ഞാനിത് വെക്കുന്നത് മൺചട്ടിയിലാണ്. മുമ്പൊക്കെ അത് മൺചട്ടിയിലാണ് വെക്കുക കേട്ടോ. അപ്പോൾ ഗ്യാസ് കിട്ടാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടും ഗ്യാസ് 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ ഗ്യാസ് എടുത്തിട്ട് ഇപ്പോഴും ബുക്കിംഗ് ചെയ്യുമ്പോൾ ബുക്കിംഗ് ആകണില്ല. ബുക്കിംഗ് ആയാൽ നമ്പർ വരാൻ വേണ്ടിയിട്ട് നമ്പർ ആകണേ ഇല്ല കേട്ടോ. എത്ര ദിവസം നിൽക്കുമെന്നൊന്നും അറിയില്ല. അടുപ്പിൻ്റെ സൗകര്യം ഇവിടെ ഇല്ല. ആ കാരണം കൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും മൺചട്ടിയിലാണ്, അടുപ്പിലാണ് വേവിക്കുക. അപ്പോൾ ഞാനത് കുക്കറിൽ നിന്ന് മൺചട്ടിയിൽ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. മൂടി വെച്ച് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഒഴിച്ചിട്ട് അതിലേക്ക് മിക്സിയൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. തേങ്ങ വേഗം വേണം, നമുക്ക് തൈരിട്ട് തിളക്കാനും പാടില്ല. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ആവിയിലൊന്ന് പെട്ടെന്നൊന്ന് ചൂടാകാൻ വേണ്ടി ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. നോക്കിയപ്പോൾ ഉപ്പില്ല കേട്ടോ. നിങ്ങളാരും ഇതുവരെ ഇങ്ങനെ ഒരു മോര് കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് പഴയ കാലത്തൊക്കെ വീട്ടുകളിൽ വെക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ മോര് കറി വെക്കുക. എൻ്റെ അമ്മയും വല്യമ്മയൊക്കെ ഇങ്ങനെയാണ് വെക്കുക. നല്ല ടേസ്റ്റാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. പിന്നെ തേങ്ങ വേകാൻ വേണ്ടിയിട്ട് നമ്മൾ തിള വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം തിള വരുന്ന സമയത്ത് ഇളക്കിയിട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ തേങ്ങ തിളച്ച് വരില്ല. തേങ്ങ നന്നായിട്ട് വെന്തതിൽ പച്ചമണം മാറിക്കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു താളിപ്പിടാം. അതിന് ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവ ഒരുപാട് കൂടിപ്പോയി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവയും നന്നായി പൊട്ടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 3-4 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വറമുളകും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളി ഒന്ന് ബ്രൗൺ കളറായിക്കണം, ഗോൾഡൻ കളറായിക്കണം, ബ്രൗൺ അല്ല കേട്ടോ. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ മോര് കറിക്കെന്നല്ല ഏത് കറിക്കും. അപ്പം നമ്മുടെ വറവ് അതിലേക്കിടാം.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനെന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ വറവ് ഇട്ടതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ മൂടി വെക്കുക. അപ്പോൾ എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഇളക്കുക കേട്ടോ. ഇതിപ്പോൾ വെച്ച ഉടനെ കഴിക്കുന്നതിനെക്കാട്ടിയും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും നന്നായിട്ട് കുറുകിയിട്ടും വരും. വെച്ച് കൂട്ടുമ്പോൾ പുളി ഇല്ല എന്നൊക്കെ തോന്നും. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കഴിക്കുമ്പോൾ നന്നായിട്ട് ഇതിലേക്ക് പുളിയൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഞങ്ങളുടെ നാട്ടിലെ ഈ മോരുകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോയത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും എന്നെ കൊണ്ടും ഓക്കെ, താങ്ക് യു, ബൈ.